ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 83ന്റെ റിവ്യൂ ആണ്. ഇത്രയധികം ബുദ്ധിയുള്ള മണ്ടന്മാരെ ഞാൻ എൻ്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല. അത് സായി ആൻഡ് സിജോ ആണ്. സായി ആൻഡ് സിജോ ഉള്ളതുകൊണ്ടാണ് ശരിക്കും അഭിഷേകിന് അദ്ദേഹത്തിൻ്റെ ഗെയിം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയത്. അഭിഷേക് വളരെ ബുദ്ധിപരമായിട്ട് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിനെ സമീപിച്ച ഒരേ ഒരു വ്യക്തിയാണ്. സീസൺ 6 ടിക്കറ്റ് ടു ഫിനാലെ പരിപാടികൾ ഒബ്സർവ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഗെയിം കളിച്ച ഒരേ ഒരു വ്യക്തി അഭിഷേകാണ്. അഭിഷേക് നൈസായിട്ട് ആദ്യം തന്നെ നമ്മുടെ സായിനെയും അതേപോലെ തന്നെ സിജോയും ഗെയിം കളിക്കാൻ സാധ്യതയുള്ള ചില ആളുകളെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇവർ മറ്റേ പെങ്ങൽ പാസ്സായി പോയപ്പം അഭിഷേകിന് ഗെയിം വളരെ സ്മൂത്തായി. ഭയങ്കര നൈസായിട്ടുള്ള ഒരു ടിക്കറ്റ് ടു ഫിനാലെ പരിപാടി. അതേപോലെ അഭിഷേകിന് വലിയ എഫേർട്ട് ഇടേണ്ടി വന്നു. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള ടാസ്കിൽ നിന്നിട്ട് വളരെ സിമ്പിളായിട്ട് മാറി നിൽക്കാൻ വേണ്ടി പറ്റി. കാരണം അത്രയധികം മുന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ. ബിഗ് ബോസ് അവസാനം അനൗൺസ് ചെയ്തത് ഇനി ഒരു മത്സരത്തിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ സാധ്യത ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അത്രയധികം മുന്നിലാണ് അഭിഷേക്. അതേപോലെ വെറുതെ ഒരു സൈഡിൽ കൂടെ വലിയ തരക്കേടില്ലാതെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന നന്ദനെ കൂടെ ചേർത്ത് നിർത്തി അനിയത്തിയാക്കി പല ഓഫറുകൾ കൊടുത്ത് നന്മമരം ചമഞ്ഞ് ആ ഒരു കൊച്ചിനെ അമ്മാതിരി നെഗറ്റീവിലേക്ക് തള്ളിവിട്ടു. ഇത്ര അധികം പെങ്ങൾ സ്നേഹം, അതും ഒരൊറ്റ പോയിന്റാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ നന്ദനയ്ക്ക് കിട്ടിയത്. ഈ ഒരു ഗെയിമിൽ നന്ദനയ്ക്ക് കിട്ടിയത്. നന്ദനയുടെ ബഹളവും പരിപാടിയും സ്പോർട്സ്മാൻ സ്പിരിറ്റും ഉരുണ്ട് വീഴലും കരച്ചിലും പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നന്ദന ഭയങ്കരമായിട്ട് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ കയറി വരും എന്നുള്ളത്. കയറി വന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വരുന്ന സമയത്ത് മറ്റേ ചേട്ടായിമാർ രണ്ടുപേരും കൂടെ അവിടെ മുടക്ക് വെക്കും. എന്നിട്ട് അവസാനം ഔദാര്യം പോലെ ഒരൊറ്റ പോയിന്റ് അങ്ങോട്ട് നേടാനായിട്ട് സഹായിച്ചു. ആ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് ആ ക്വസ്റ്റ്യൻ എന്തോരം നെഗറ്റീവ് ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഇവർ 3 പേരും കൂടെ ജിൻഡോയെ ടാർഗറ്റ് ചെയ്തിട്ട് കളിച്ച ആ ഒരു കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ പ്രേക്ഷകന് വെറുത്ത് പണ്ടാരം തുടങ്ങിപ്പോവും. കാരണം ഈ ഒരു ഗെയിം നശിപ്പിച്ചത് ഇവരുടെ ആ ഒരു ഗ്രൂപ്പ് കളിയാണ്. അതിൻ്റെ ഫണ്ട് മുഴുവൻ പോയി. അതേപോലെ തന്നെ സിജോയെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സിജോ കയറി വന്നിട്ട് സിജോ നമുക്ക് വെറുത്ത് പോയി. അതേപോലെ തന്നെ സായിയെ പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വെറുത്ത് പണ്ടാരടങ്ങി നിൽക്കുകയാണ്. സായിയെ പറ്റാനുള്ള നന്ദന അർജുനെ ടാർഗറ്റ് ചെയ്തിട്ട്, കാര്യം അർജുനാണ് ഇത്തിരി ദേഷ്യം വന്ന് നന്ദനയെ ഉരുട്ടി താഴെ ഇട്ടത്. എന്നാലും അർജുനെ നന്ദനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊട്ടും ഒരു വിഷമമൊന്നും തോന്നിയില്ല. കാരണം നന്ദന അതുവരെ കളിച്ച കളി തന്നെയാണ് അർജുൻ തിരിച്ചു കളിച്ചത്. നന്ദന അർജുൻ ബാഗിൽ അത് പൊട്ടിക്കാൻ വന്ന സമയത്ത് ബാഗ് എങ്ങനെയാണോ പിടിച്ചത് അതേപോലെ തന്നെയാണ് അർജുനും പിടിച്ചത്. എന്നാൽ നന്ദന അത് വൻ വിഷയമാക്കുന്നു, പ്രൊവോക്ഡ് ആവുന്നു. ഇവിടെ ഈ പറയുന്ന പരിപാടികൾ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഇന്നലെ അഭിഷേക് ജിൻഡോയെ കറക്കെറിഞ്ഞപ്പോഴും ഇന്ന് നന്ദനെ ഉരുട്ടിയിട്ടപ്പോഴും ക്യാമറകൾ ആ ഒരു വിഷ്വൽ ഒപ്പിയെടുത്തില്ല. അത് ബിഗ് ബോസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയുള്ള വിഷ്വലുകൾ കാണിക്കരുത് എന്നുള്ള ചെറിയ കോടതി ഒബ്സർവേഷനൊക്കെ ഉണ്ട്. റോക്കിയുടെ കേസിന് ശേഷം അങ്ങനെയാണ്. അല്ലാതെ കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കാണിക്കാതിരിക്കുന്നത് എന്ന് ഫാൻസുകാരോട് പറയരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയുള്ളവന്മാരും ഫാൻസ് ആവത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് കാണിക്കാനായിട്ടുള്ള റൈറ്റ് ഇല്ല. കാരണം അത് മറ്റേ ഒരു വയലൻസ് ആണ്. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ് എന്നുണ്ടെങ്കിൽ കാണിക്കാം. ഇത് റിയൽ ആണെന്ന് പറയുന്ന സമയത്ത് അത് കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ പറ്റില്ല. അത് വലിയ വിഷയമായി പോകും. ഇനി എപ്പിസോഡ് 83ന്റെ റിവ്യൂയിലേക്ക് വരുന്ന സമയത്ത് മോർണിംഗ് ആക്ടിവിറ്റി മറ്റേ ഫാൻ കോൺടെസ്റ്റ് ആണ്. വലിയ സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല, രസമുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉള്ളത് മുഴുവൻ ഡിസ്കഷൻസ് ആണ്. രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നു, എല്ലാത്തിനകത്തും ഒരു താളാണ്. ഫുഡ് ഉണ്ടാക്കുന്നു, അതിനുശേഷം കുറച്ച് ഡിസ്കഷൻസ്, ഗെയിം പ്ലാനിങ്. അതിനിടയ്ക്ക് നന്ദനെ കെയർ ചെയ്യുന്നുണ്ട്. ഇവർ തലേദിവസം രാത്രിയിൽ അലമ്പുണ്ടാക്കും, പിറ്റേ ദിവസം രാവിലെ വീണ്ടും മറ്റേ ഏട്ടൻ അനിയത്തി റോളിലേക്കൊക്കെ വരും. ഗെയിം അനാലിസിസ് കാര്യങ്ങൾ. അഭിഷേക് മാത്രം കാര്യമായിട്ട് ഈ ഗെയിമൊന്നും അങ്ങനെ പറഞ്ഞ് ഒരു മാസമാവുന്ന പരിപാടിയില്ല. സിജോയ്ക്കും സായിക്കും ഗെയിമിനെ കുറിച്ചിട്ടല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ല. എന്നാൽ ഗെയിമിലേക്ക് വരുന്ന സമയത്ത് ഇവർ ഒരുമാതിരി ആവിഞ്ഞ പരിപാടി കാണിക്കുകയും ചെയ്യും. ടിക്കറ്റ് ടു ഫിനാലയുടെ അവസാനത്തെ ടാസ്ക് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ചോർച്ച സിദ്ധാന്തം. ഒരു ബന്ധമില്ലാത്തൊരു പേരാണ്, ചോരുന്നത് മാത്രമാണ് അതിനകത്ത് ഈ ഒരു പേരുമായി യോജിക്കുന്നത്. മറ്റേ തെർമോക്കോൾ ബീൻസ് ഉണ്ടല്ലോ, ബീൻ ബാഗിനകത്തൊക്കെ ഇടുന്നത്. അപ്പോൾ അത് ഒരു ബാഗിൽ പുറത്തിടുകയാണ്. കണ്ടസ്റ്റൻസ് എല്ലാവരും പുറത്തിടുകയാണ്. പുറത്തിട്ടിട്ട് ഇവരിങ്ങനെ ഓടണം, ഒരാൾക്ക് പുറകെ ഒരാളായിട്ട് ഇങ്ങനെ ഓടണം. ആ ഒരു ഓർഡർ കണ്ടസ്റ്റൻസിന് ഫെയർ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ കൂടെ തിരഞ്ഞെടുക്കാമെന്നുള്ളത് പറഞ്ഞത് അഭിഷേകാണ്. ഇന്നലെ മുതലുള്ള ആ ഒരു ഗ്രൂപ്പ് കളി കാര്യങ്ങളിലൊന്നും അഭിഷേകിന് ഇന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല, അർജുനും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് താല്പര്യമില്ല എന്ന ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ ആ ഒരു ഗ്രൂപ്പ് കളിച്ചത്. അങ്ങനെ അവർ ഇത് പുറകിലിട്ട് ഓടാൻ വേണ്ടി നന്ദനെ കൊണ്ട്
ആളുകളെ ഇങ്ങനെ ചൂസ് ചെയ്യിപ്പിക്കുകയാണ്. നന്ദന ഒരിടത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ടൊക്കെയാണ് ലൈവിൽ അത് പറഞ്ഞത്. എപ്പിസോഡിൽ അതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഓരോ ആളുകൾ ഒന്നിന് പിറകായിട്ട് നിന്ന് ആ ഒരു റൗണ്ടിന് ചുറ്റും ഓടുകയാണ്. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഓടി, പിന്നീട് 4 വാർഡ് ഓടുകയായിരുന്നു. ഈ ഒരു ഓട്ടം പല ആളുകൾക്കും തീരെ അങ്ങോട്ട് പറ്റുന്നില്ല. ജാസ്മിൻ വയ്യാണ്ടായി, കിടപ്പായിപ്പോയി, തീരെ വയ്യ. ജാസ്മിൻ ഇങ്ങനെ വയ്യാണ്ട് ഓടുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിക്കാണ്. ഋഷിക്ക് അതുകൊണ്ട് മുന്നോട്ട് ഓടാൻ പറ്റത്തില്ല. ഋഷിയുടെ പുറകിലുള്ള ആൾ ഋഷിയുടെ ബാഗ് പൊട്ടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ഗെയിമിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ച ഒരു വ്യക്തി, ആദ്യം ശ്രദ്ധിക്കേണ്ട വ്യക്തി ശരിക്കും അഭിഷേകും അതേപോലെ തന്നെ സിജോയും സായിയൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ ആദ്യം ശ്രദ്ധിച്ച വ്യക്തി നോറയായിരുന്നു. നോറയുടെ ഒരു ഗെയിം ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, നോറ എങ്ങനെയാണ് ഇവിടെ വരെ എത്തുന്നത്? ഇപ്പം മറ്റേ വാഴ നനയുന്ന സമയത്ത് ചീരയും നനയും എന്ന് പറയുന്നത് പോലെ ആരെങ്കിലും നെഗറ്റീവ് ആവുന്ന സമയത്ത് സപ്പോർട്ട് കിട്ടുന്ന ഒരു വ്യക്തിയാണ് നോറ. ഇപ്പം സായിക്കും സിജോയ്ക്കും നന്ദനയ്ക്കും ഒക്കെ നല്ല ഹേറ്റ് ഉള്ളതുകൊണ്ട് നോറയ്ക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടും. അതേപോലെ ആദ്യ ദിവസങ്ങളിലൊക്കെ പല ആൾക്കാരും ഗെയിം കളിച്ച് നെഗറ്റീവായ സമയത്ത് നോറ ഇങ്ങനെ സൈഡിൽ കൂടെ കയറി വരികയാണ്. അതേപോലെ നോറയുടെ കരച്ചിൽ, മറ്റേ വിക്ടിം ഗെയിം, അതൊക്കെ ഫേക്ക് ആണെന്ന് കണ്ടസ്റ്റൻസിനും അതേപോലെ തന്നെ പ്രേക്ഷകർക്കും ഒരു പരിധിവരെ അറിയാം. അത് ഫേക്ക് ആണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഗെയിമായിരുന്നു നോറ ഇന്ന് കളിച്ചത്. നോറയുടെ ആ ഒരു ഓട്ടം, ക്രമം തെറ്റിച്ചിട്ടുള്ള ഒരു ഓട്ടം, ബാഗ് പുറത്തിട്ടുള്ള ഒരു ഓട്ടം, കരച്ചില്, മെഴുകല്, മറ്റേ വിക്ടിം കാർഡ് ഇറക്കല്, എന്തൊക്കെയാണെങ്കിലും നോറ കുറേ പിടിച്ചു നിന്നു. നോറയുടെ കയ്യിൽ നിന്ന് കാര്യമായിട്ട് മറ്റേ തെർമോക്കോളുകളൊന്നും പുറത്തു പോയില്ല. എന്നിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുന്ന സമയത്ത് വലിയ കാര്യമൊന്നും ഇല്ലാത്ത ഒരു ചെറിയ അറ്റാക്ക് വന്നപ്പോഴത്തേന് നോറ ബാഗ് ഇട്ടിട്ട് അങ്ങ് പോവുകയാണ്. ഈ കാർഡ് നോറ പലതവണ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫിസിക്കലി ഇഞ്ചേർഡ് ആയിട്ട് പോലും അവർ വന്നിട്ട് ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗെയിം ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. ഇങ്ങനെയൊക്കെ കരഞ്ഞ് മെഴുകിയിട്ടും നോറ ഇവിടെ വരെ എത്തിയില്ലോ എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, അതും ഒരു സ്ട്രാറ്റജി ആയിട്ട് അങ്ങോട്ട് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. സിജു ആദ്യം തന്നെ ശ്രീധുവിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവരും 4 വാർഡും അങ്ങോട്ട് ഓടുന്നുണ്ട്. പിന്നെ സായി അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുന്നു. അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം മറ്റേ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സായി എന്നുണ്ടെങ്കിലും ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെയൊക്കെ ഒരാൾക്ക് കിട്ടുന്നതൊന്നും അത്രയധികം സന്തോഷത്തോടെ ഉൾക്കൊള്ളാനായിട്ട് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏത് മറ്റേ അണ്ണൻ തങ്കച്ചി പാസ്സുള്ള ആളുകൾക്കാണെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സായി അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുന്നു. അഭിഷേക് ഔട്ടായി. അഭിഷേകൊക്കെ പിന്നെ അങ്ങോട്ട് വിട്ടുകൊടുത്തതാണ് ഈ ഒരു ഓട്ടം പറ്റാഞ്ഞിട്ട്. അതിനുശേഷം ജാസ്മിൻ വയ്യാണ്ട് അവിടെ പോയി കിടക്കുന്നുണ്ട്. ശ്രീധു ഔട്ടാവുന്നുണ്ട്. ജാസ്മിന് ഓടാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഗെയിമിൽ നിന്ന് മാറുകയാണ്. നോറ പിന്നീട് ഗെയിമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നോറ ഗെയിമിലേക്ക് തിരിച്ചു വരുന്ന സമയത്തും കളിക്കാനായിട്ടുള്ള ഉദ്ദേശമൊന്നുമില്ല. ബിഗ് ബോസ് ചെറുതായിട്ട് ഗെയിം ഒന്ന് മാറ്റുന്നുണ്ട്. ഇതുവരെ ഓടിയ ആളുകൾ നേരെ തിരിഞ്ഞങ്ങോട്ട് ഓടുക. അപ്പോഴത്തേന് എന്ത് സംഭവിക്കും? നമ്മൾ മുന്നേ ആരെയാണോ ടാർഗറ്റ് ചെയ്യാനായിട്ട് മുന്നിൽ കണ്ടിരുന്ന ആള് അയാളല്ല ഇനി മുന്നിൽ കാണുന്ന ആൾ. സിജോ ശരിക്കും നന്ദനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. സിജോ നന്ദനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആളുകൾക്ക് ഗെയിം നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഇവിടെയാണ് നന്ദന അർജുൻ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. ഇന്നലത്തെ പോലെ തന്നെ നന്ദനയെ വലിച്ചുരുട്ടിയിടുന്നു. മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് അത്യാവശ്യം മർമ്മ ഭാഗങ്ങളിലും കണ്ടാണെന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ ഇടി കിട്ടിയത്. ഏതായാലും നന്ദന മെഡിക്കൽ റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അർജുനുമായിട്ട് സെറ്റ് ആവുന്നുണ്ട്. അർജുന് ഭയങ്കര നിരാശയായിപ്പോയി. അതൊരു ഇത്തിരി വയലൻ്റ് ആക്റ്റ് ആയിരുന്നു. അപ്പം അർജുന് നിരാശയായിപ്പോയി. പുള്ളിക്കാരൻ ഗെയിമിൽ നിന്ന് സ്വമേധയാ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു സാധനങ്ങളൊക്കെ പുറത്തേക്കിട്ട് കളയുകയാണ്. അങ്ങനെ അർജുൻ നോറ ഔട്ടാവുന്നു. ഇതിന് ശേഷം എല്ലാവരും കൂടെ ജിൻഡോയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം നന്ദന ജിൻഡോയെ പിടിക്കുന്നു. അപ്പം ജിൻഡോ ആ ഒരു കൈ കൂട്ടി അങ്ങോട്ട് പിടിക്കുന്നു. അതിനു മുൻപ് തന്നെ ജിൻഡോ നന്ദനെ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കയ്യിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഭയങ്കര മോശമായിട്ടുള്ളൊരു ഗെയിം പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ കയ്യിൽ പിടിച്ച് അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിന് എന്ത് ഇതാ ഉള്ളത്? എന്നിട്ട് ജിൻഡോ പറയും ഞാൻ കൈ പിടിച്ചിട്ടില്ല. ജിൻഡോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഗെയിം പെർഫോമൻസ് വയ്ക്കുന്ന വ്യക്തിയല്ലേ. വേറെ ക്വാളിറ്റിയെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഗെയിമിൽ ക്വാളിറ്റി ഉണ്ടെന്ന് ആളുകൾ പറയുന്ന ഒരാളല്ലേ. പിന്നെ എന്തിനാണ് കള്ളം പറയുന്നത്? കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് കള്ളം പറയുകയാണ് ഞാൻ പിടിച്ചിട്ടില്ല എന്നൊക്കെ. അല്ലെങ്കിൽ ഇത്രയും ഫാൻസ് ഉള്ള ആളല്ലേ. ഏതായാലും അവസാനം നന്ദന ഒന്ന് വിട്ട് തരുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ച സമയത്ത് ജിൻഡോ വിട്ടു കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സായിയും അതേപോലെ തന്നെ സിജോയും കൂടെ നന്ദനെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഏതായാലും ഇവർ ഗ്രൂപ്പ് കളിച്ചിട്ട് ജിൻഡോനെ ഔട്ടാക്കി. അങ്ങനെ ഫസ്റ്റ് സിജോ അടിക്കുന്നു, സെക്കൻഡ് സായി അടിക്കുന്നു, തേർഡ് നന്ദന അടിക്കുന്നു. നന്ദൻ അങ്ങനെ സ്കോർ ബോർഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജിൻഡോയും അതേപോലെ തന്നെ ഋഷിയും ഒക്കെ ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. ജിൻഡോ ഇവരുടെ ആ ഒരു പെങ്ങൾ ആങ്ങള ഗെയിമൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അതൊക്കെ ഫേക്കാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇത് എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടും ജിൻഡോയ്ക്ക് വലിയ ഡൗട്ടുണ്ട്. അർജുൻ്റെ അടുത്ത് നന്ദന കാണിച്ചത് ഓവറാണ് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. ഏതായാലും അർജുൻ ഈ അവസരങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. പാവം അർജുൻ വന്നുപെട്ട ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ വളരെ കുറവാണ്.
ഇപ്പോൾ ശ്രീതു ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് പോലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോഴത്തേന് ക്യാമറ ഇങ്ങനെ കഴുകൻ കണ്ണുകളുമായിട്ട് ഓടി വരും. കാരണം ജാസ്മിൻ്റെ അടുത്ത് നിന്ന് കണ്ടന്റ് ഇല്ല. എന്നിട്ട് മാക്സിമം പിഴിയാൻ പറ്റുമോ എന്ന് നോക്കും, ഇല്ല, തിരിച്ചു പോകും. അതേപോലെ കണ്ടസ്റ്റൻസും ആ കോംബോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആർത്തി പിടിച്ച് അങ്ങോട്ട് സോംബികളെ പോലെ വന്ന് അങ്ങോട്ട് ചാടും. കാരണം അത് അമ്മാതിരി വൃത്തികെട്ട ടീമാണ് ഇതിനകത്ത് ഇടിച്ച് നിൽക്കുന്നത്. ഏതായാലും അർജുൻ്റെ അവസ്ഥ ഇത്തിരി ഭീകരമാണ് കേട്ടോ. ഇതിനകത്ത് ഗെയിം കളിക്കുക എന്ന് പറയുന്നത് 9 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ മറ്റൊരു മത്സരത്തിന് സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് അഭിഷേകിന് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടുകയാണ്. നാടകീയമായിട്ടാണ് ടിക്കറ്റ് ടു ഫിനാലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. അഭിഷേകിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് 10ാമത്തെ ടാസ്ക്കാണ് ഇത്, പുറത്തു പോയി വായിക്കാനൊക്കെ പറയുന്നു. അഭിഷേക് പുറത്തു പോയി വായിച്ചു. അപ്പോൾ അഭിഷേകിന് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയ ഒരു കാര്യമായിരുന്നു കത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു ടിക്കറ്റ് ടു ഫിനാലയുടെ സ്കോർ ബോർഡിലെ നില പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അഭിഷേക്, സെക്കൻഡ് അർജുൻ ആൻഡ് സായി, അതിനുശേഷം ഋഷി ജിൻഡോ, നോറ സിജോ, ശ്രീതു ജാസ്മിൻ, അവസാനം നന്ദന എന്നിവരൊക്കെയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നില വരുന്നത്. ഇതിനുശേഷം ഡൊമക്സിൻ്റെ സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു. ഈ ഡൊമക്സിൻ്റെ സ്പോൺസേഡ് ടാസ്കിൻ്റെ ഒരു അനാലിസിസിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ. ടിക്കറ്റ് ടു ഫിനാലെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരെങ്കിലും എവിക്റ്റായി പോകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. ഗെയിം നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് മാറിയത് ശരിക്കും അതിബുദ്ധി കൊണ്ടാണ്, അല്ലാതെ ആരുടെയും ഗെയിം അത്ര മികച്ചതായിട്ട് വന്നതുകൊണ്ടൊന്നുമല്ല. സിജോ ആൻഡ് സായി ഈ ആഴ്ച കാര്യമായിട്ട് തന്നെ ഗെയിമിനെ സ്വാധീനിച്ചു. ഇവർ ഗെയിം മൊത്തത്തിൽ മാറ്റി. പിന്നെ ടിക്കറ്റ് ടു ഫിനാലെയാണ്. ജിൻഡോയ്ക്കും അതേപോലെ തന്നെ ജാസ്മിനും പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല. ജിൻഡോയ്ക്ക് ടീം അപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് ഇൻഡിവിജ്വൽ ഗെയിമാണ്, പണ്ടും അങ്ങനെയാണ്. ബിഗ് ബോസ് അനൗൺസും കൂടെ ചെയ്തു, പക്ഷേ ഇവർ ടീം അപ്പ് ചെയ്ത് കളിച്ചു. അഭിഷേക് ആദ്യഘട്ടങ്ങളിൽ ആ ഒരു ടീമിൻ്റെ ബെനഫിറ്റ്സ് എടുത്തു. അതിനുശേഷം അഭിഷേക് നൈസായിട്ട് ആ ഒരു ടീമിൽ നിന്നിട്ട് അങ്ങോട്ട് മാറി, അല്ലെങ്കിൽ മാറേണ്ടി വന്നു. അഭിഷേകിന് അത് അൺഫെയർ ആയിട്ട് തോന്നി. അതുകൊണ്ടാണല്ലോ ഇന്ന് രാവിലെ അർജുനുമായിട്ടൊക്കെ അത് ഡിസ്കസ് ചെയ്തത്. അത് നൈസ് ഒരു മൂവായിപ്പോയി. ഏതായാലും അഭിഷേക് വളരെ ന്യായമായിട്ട് അന്തസ്സായിട്ട് ടിക്കറ്റ് ടു ഫിനാലെ നേടി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.